ആഗസ്റ്റ് 4-ന് ബെയ്റൂട്ട് തുറമുഖത്തെയും നഗരത്തിന്റെ ഒരു ഭാഗത്തെയും തകർത്ത് 235 പേരുടെ മരണത്തിനും 6500 പേർക്ക് ഗുരുതര പരിക്കുകൾക്കും ഇടവരുത്തിയ സ്ഫോടനത്തിൽ ഇരകളായവരുടെ കുടുംബാംഗങ്ങളെ വത്തിക്കാനിൽ സ്വീകരിച്ച് ഫ്രാൻസിസ് പാപ്പ. പീഡിതരായ ജനതയാണ് ലെബനനിലേത് എന്ന് തന്റെ സന്ദേശത്തിനിടെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. സ്ഫോടനത്തിൽ ഇരകളായവർക്കു വേണ്ടി താൻ പ്രാർത്ഥിച്ചുവെന്നും തന്റെ പ്രാർത്ഥനകൾ ഇന്നും തുടരുന്നുവെന്നും പാപ്പ വെളിപ്പെടുത്തി. ലെബനനിലെ നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥകളും പാപ്പ എടുത്തു പറഞ്ഞു. സ്ഫോടനത്തിൽ മരണമടഞ്ഞ ഓരോ വ്യക്തിയെയും സ്വർഗസ്ഥനായ പിതാവ് വ്യക്തിപരമായി അറിയുന്നുണ്ടെന്നും ഇന്ന് സ്വർഗത്തിൽ നിന്നും അവർ ലെബനൻ ജനതയുടെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ നോർത്ത് കിവുവിലെ ക്രിസ്ത്യൻ ഗ്രാമങ്ങളായ കവാമി, മാപ്പിലി എന്നിവിടങ്ങളിൽ സഖ്യകക്ഷികളായ ജനാധിപത്യ സേനയുടെ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. ADF വിമതർ 3 പേരെ കൊലപ്പെടുത്തിയതായി ആഗസ്റ്റ് 13-ന് കവാമയിൽ നടന്ന ആക്രമണത്തിന്റെ ദൃക്സാക്ഷി വെളിപ്പെടുത്തി. രാജ്യത്തെ പൗരന്മാർക്ക് മെച്ചപ്പെട്ട സംരക്ഷണവും ഉറപ്പാക്കാനും ഇത്തരം ആക്രമണങ്ങളുടെ മൂലകാരണങ്ങൾ പരിഹരിക്കാനും സർക്കാർ അധികാരികളിൽ നിന്ന് അടിയന്തര നടപടി വേണമെന്ന് പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെ പിടിയിൽ കഴിയുന്ന ആഫ്രിക്കൻ രാജ്യമായ സാംബിയയിൽ തെരുവിൽ അലയുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സലേഷ്യൻ സമൂഹം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അവിടെ സേവനം ചെയ്യുന്ന പോളണ്ടുകാരനായ സലേഷ്യൻ പ്രേക്ഷിത വൈദികൻ പിയത്തർ ഗൊൽസദാൽസ്കിയാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. 58% ജനങ്ങളും ദാരിദ്ര്യത്തിൽ കഴിയുന്ന സാംബിയയിൽ ദശലക്ഷക്കണക്കിന് കുട്ടികൾക്കാണ് ശുദ്ധജലവും ഭക്ഷണവും വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെടുന്നതെന്നും ഇത് വലിയൊരു പ്രശ്നമാണെന്നും അദ്ദേഹം പറയുന്നു. നൈജീരിയയിൽ നിന്നും തട്ടിക്കൊണ്ടുപോകപ്പെട്ട കത്തോലിക്ക മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 20 പേർ മോചിപ്പിക്കപ്പെട്ടു. നൈജീരിയയിലെ എനുഗുവിലേക്കുള്ള യാത്രാമധ്യേ ഓഗസ്റ്റ് 15-നാണ് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയത്. ആഗസ്റ്റ് 23-ന് ബെന്യു സ്റ്റേറ്റിലെ എൻതുഗോഡ് ഫോറസ്റ്റിലാണ് വിദ്യാർത്ഥികളെ വിട്ടയച്ചത്. വടക്കൻ നൈജീരിയയിലെ ജോസ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മെദുഗുരി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തെക്കൻ നഗരമായ എനുഗുവിലേക്ക് കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് തട്ടിക്കൊണ്ടുപോയത്. 8 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങളുടെ 20 സഹപ്രവർത്തകർ ഞങ്ങളോടും അവരുടെ കുടുംബങ്ങളോടുമൊപ്പം തിരിച്ചെത്തിയെന്ന് FECAM-DS പ്രസ്താവനയിൽ പറഞ്ഞു. യുവജനങ്ങൾക്ക് ആവശ്യം ദൈവത്തെയാണെന്ന് ഓർമ്മപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. 1878-ൽ സെന്റ് ജോസഫ് മാരല്ലോ സ്ഥാപിച്ച ഓംബ്ലെറ്റ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസ സമൂഹത്തിലെ 18ാമത് പൊതു ചാപ്റ്ററിൽ സംബന്ധിച്ച അംഗങ്ങളുമായി ആഗസ്റ്റ് 26-ന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഇന്നത്തെ സമൂഹത്തിൽ യുവാക്കളുടെ ദൈവാന്വേഷണത്തിന് സന്യാസ സമൂഹം നൽകേണ്ടുന്ന സേവനത്തെക്കുറിച്ച് പാപ്പ പ്രത്യേകം സംസാരിച്ചു. ഇന്ന് യുവജനങ്ങൾക്ക് നമ്മെയല്ല ആവശ്യമെന്നും അവർക്കാവശ്യം ദൈവത്തെയാണെന്നും പാപ്പ പറഞ്ഞു. സഭയ്ക്കും സമൂഹത്തിനുമായുള്ള ഉത്തരവാദിത്വങ്ങളിൽ പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കാനും സഭയിലെ അംഗങ്ങളോട് പാപ്പ ആഹ്വാനം ചെയ്തു.